2024 പുറത്തിറങ്ങിയ കണക്ക് പ്രകാരം പറയുന്നത് ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 8.1% വളർന്നിരിക്കുന്നു, കൂടിയിരിക്കുന്നു എന്നാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്ന് ഒരുമിച്ച് പഠിച്ചിറങ്ങിയ 100 വിദ്യാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 8 പേർക്ക് ഷുവർ ഷോട്ടായിട്ട് ജോലി ലഭിക്കാൻ സാധ്യത ഇന്നത്തെ സിറ്റുവേഷനിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് പല ജോലി മേഖലകളിലും വേക്കൻസി കാണുമ്പോൾ നമ്മൾ CV അയച്ചു കൊടുക്കും. പക്ഷെ നമ്മളതിനെ മിക്ക സമയങ്ങളിലും പലപ്പോഴും നിങ്ങളെ ജോലിക്ക് പലരും ഇന്റർവ്യൂവിന് പോലും വിളിക്കാറില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ ജോലികളിലേക്ക് അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ കമ്പനികൾ നിങ്ങളെ CV കണ്ടിട്ട് ജോലിക്ക് നിങ്ങളെ ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ആ ഒരു അൺഎംപ്ലോയ്മെന്റിന്റെ 8% പെടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷോപ്പിൽ പോകുന്നു, നമ്മളൊരു സാധനം സെലക്ട് ചെയ്യാൻ പോകുന്നു. നമുക്ക് ഇന്ന ബ്രാൻഡ് വേണമെന്ന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. കാരണം ആ ഒരു പ്രൊഡക്റ്റിൽ ആ ബ്രാൻഡുകളെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഒന്നുമില്ല. അത്തരത്തിൽ പ്രത്യേകിച്ച് ടാർഗറ്റ് ഒന്നും വെക്കാതെ പോകുന്ന നമ്മൾ എത്തരത്തിലുള്ള ഒരു ഐറ്റം ആയിരിക്കും സെലക്ട് ചെയ്യുക? നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഏറ്റവും നല്ല പാക്കിങ്ങുള്ള ഐറ്റം ആയിരിക്കും അല്ലേ? ഒരു പക്ഷേ ആ ഐറ്റത്തിനേക്കാളും നല്ല പ്രൊഡക്റ്റ് അപ്പുറത്തിരിക്കുന്ന മോശം പാക്കിങ്ങിലിരിക്കുന്ന ഐറ്റം ആയിരിക്കാം. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു സാധനം സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ പുറമേയുള്ള പാക്കിങ് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ പല സാഹചര്യങ്ങളിലും ഒരു ഐറ്റം സെലക്ട് ചെയ്യുന്നത് അല്ലേ? ഇത്തരത്തിൽ നിങ്ങളുടെ കരിയറിൻ്റെ പുറത്തുള്ള ഒരു പാക്കിങ്ങിനെയാണ് നമ്മൾ CV എന്ന് പറയുന്നത് കേട്ടോ. ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ബയോഡാറ്റ അട്രാക്റ്റീവ് ആയിരുന്നാൽ നിങ്ങളതിനെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കാനും നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾ യോഗ്യതയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു CV അട്രാക്റ്റീവായിട്ട് മാറ്റാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള പോയിന്റുകൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിന്റാണ് ലാക്ക് ഓഫ് കീവേഡ്സ് എന്ന് പറയുന്നത്. എന്താണ് കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണ്. ആ ഒരു ജോലിക്ക് വേണ്ട കുറേ ക്വാളിറ്റീസും കാര്യങ്ങളും പ്രയോറിറ്റീസും ആ കമ്പനിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ജനറലി ആ ഒരു പൊസിഷന് വേണ്ട ക്വാളിറ്റീസിൻ്റെ കീവേഡ്സ് ഉണ്ടാവില്ലേ? അത്തരം കീവേഡ്സ് നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമായതുകൊണ്ട് തന്നെ പല മൾട്ടിനാഷണൽ കമ്പനികളും ഈ CV സോർട്ട് ചെയ്യുന്നത് അവരുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സിസ്റ്റം വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് അവർ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടാവുക ഇന്ന കീവേഡുകളുള്ള റെസ്യൂമെല്ലാം ഫിൽട്ടർ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങളായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് എന്നിരുന്നാൽ പോലും നിങ്ങളുടെ CVയിൽ അത്തരത്തിലുള്ള ഒരു കീവേഡ് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV അതിൽ ഷോർട്ട് ലിസ്റ്റ് ആവുകയില്ല. നിങ്ങളതിനെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കാനും സാധ്യത. അടുത്തതാണ് കേട്ടോ ഫോർമാറ്റിംഗ് പ്രോബ്ലംസ്. ഫോർമാറ്റിംഗ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡേർഡ് CVയുടെ ഫോർമാറ്റ് നമ്മൾ ഭയങ്കര സിമ്പിളായിരിക്കണം, സ്റ്റാൻഡേർഡ് ആയിരിക്കണം, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് നമ്മൾ കണ്ടുപിടിക്കും. ഇത്തരത്തിലുള്ള ഒരു ഫോർമാറ്റ് നമ്മുടെ CV ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. പല ആളുകളുടെയും CV കണ്ടു കഴിഞ്ഞാൽ കുറേ തിരക്കഥ പോലെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ കാണുന്ന ആൾക്ക് ഒരു ക്ലാരിറ്റിയോ ഒരു എന്താണെന്നൊരു ക്ലിയർ പിക്ചറൊന്നും പെട്ടെന്ന് ആ CV കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷേ നല്ലൊരു CV പെട്ടെന്ന് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു CVയുടെ ഫോർമാറ്റ് വേണം നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അടുത്താണ് എറേഴ്സ് എന്ന് പറയുന്നത്. എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമർ മിസ്റ്റേക്ക്, ടൈപ്പിംഗ് എററൊക്കെ ഉണ്ടെങ്കിൽ പല സാഹചര്യങ്ങളും പലപ്പോഴും ചിലപ്പോൾ അത് സ്പാം മെസ്സേജിലേക്കാവും പോകുന്നുണ്ടാവുക. കാരണം മിക്ക സ്ഥലങ്ങളിലും സ്പാം ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ സ്പാം ചെയ്യാൻ വേണ്ടി പല ആളുകളും മെയിൽ അയക്കുമ്പോൾ അതിലെല്ലാം ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക്, ടൈപ്പിംഗ് എറേഴ്സ് ഒക്കെ പലപ്പോഴും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു എറർ നിങ്ങൾ അയക്കുന്ന മെയിലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മെയിലിനെ പലപ്പോഴും ആ സെർവർ സ്പാം ആയിട്ട് കണക്കാക്കുകയും നിങ്ങളുടെ മെയിൽ നിങ്ങൾ അയച്ച CV പലപ്പോഴും കമ്പനിക്കാർ കാണുന്നത് പോലും ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു 3 പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുക ഇന്ന് പല വെബ്സൈറ്റുകളിലും പോയി കഴിഞ്ഞാൽ CV റൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളുണ്ട്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ CV സജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ പ്രൊഫഷണലി CV ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന, CV പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ആളുകളുടെ സഹായം നിങ്ങൾ സ്വീകരിക്കുന്നത് ഇനീഷ്യലി തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിട്ടിരിക്കും. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവാണ്. എക്സ്പീരിയൻസ് മിസ്മാച്ച് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് പോയിന്റ് ഓവർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അണ്ടർ ക്വാളിഫിക്കേഷൻ. എന്താണ് ഓവർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പക്ഷേ നിങ്ങൾ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ ഒരു വ്യക്തിയായിരിക്കാം, MBA കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഡിഗ്രി പഠിച്ചിട്ടുള്ള സാധാരണക്കാരനായിട്ടൊരു ആളെ മതി എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ വേണം എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ അയക്കുന്ന CVയിൽ MBA പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇന്ന ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയക്കുമ്പോൾ
ഫസ്റ്റ് തന്നെ അവർ ചിന്തിക്കുക എന്താണെന്നറിയോ, MBA കഴിഞ്ഞ ഇവൻ അല്ലെങ്കിൽ MCOM MA കഴിഞ്ഞ ഇവൻ ഈ ഒരു ഗ്രാജുവേഷൻ്റെ ലെവലിലുള്ള ജോലിക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ അധികകാലം ഈ ജോലിയിൽ നിൽക്കാൻ സാധ്യതയില്ല. കാരണം അവൻ ഓവർ ക്വാളിഫൈഡ് ആണ്. ഇതിനേക്കാളും നല്ല ജോലി അവൻ എന്തായാലും കിട്ടും. ഇതിനേക്കാളും ഉയർന്ന ശമ്പളത്തിൽ നല്ല കമ്പനിയിലൊക്കെ ജോലി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇവൻ ഇവിടെ സെലക്ട് ആയാലും അധികകാലം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എന്ന് കമ്പനിക്കാർ അനുമാനിക്കുകയും നിങ്ങളെ സെലക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. അല്ല, ഇനി മാസ്റ്റർ ഡിഗ്രി വേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ വെച്ച് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അണ്ടർ ക്വാളിഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ വിളിക്കണം അല്ലെങ്കിൽ ക്ഷണിക്കണം എന്നില്ല. മനസ്സിലായില്ല? അപ്പോൾ ക്വാളിഫിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് കേട്ടോ. ഈ ക്വാളിഫിക്കേഷനിൽ വരുന്നൊരു സംഭവമാണ് ഇറലവൻറ്റ് എക്സ്പീരിയൻസ്. എന്താണ് സംഭവം? അതായത് നമുക്കൊരു ബാങ്കിങ് മേഖലയിലാണ് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഒരു ഹോട്ടൽ മേഖലയിലാണ്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ മേഖലയിലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എൻ്റെയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്കാണെന്നുണ്ടെങ്കിൽ 90% ടൈമിലും ഈ കമ്പനിക്കാർ നമ്മളെ സെലക്ട് ചെയ്യാൻ സാധ്യതയില്ല. കാരണം അവർ എക്സ്പീരിയൻസ്ഡ് ആളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെന്നെയായിരിക്കും അവർ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക, അല്ലേ? ഇതിനൊരു സൊല്യൂഷൻ എന്താ ചെയ്യാൻ പറ്റുക? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഓവർ ക്വാളിഫൈഡോ അണ്ടർ ക്വാളിഫൈഡോ ആവാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ ജോലിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷേ അത് അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലണം. ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യണം, നമ്മൾ അവരോട് സംസാരിക്കണം, അവർക്കത് കൺവിൻസിങ് ആവണം. അവരപ്പോൾ നമ്മളതിനെ സെലക്ട് ചെയ്യും. ഇവൻ ഓക്കെയാണ്, ഇവൻ ഓവർ ക്വാളിഫൈഡോ അണ്ടർ ക്വാളിഫൈഡോ ആയാലും ഇവൻ ഈ ജോലിക്ക് ഓക്കെ ആണെന്ന് അവർക്ക് ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ബോധ്യപ്പെടും. പക്ഷെ ഇൻ്റർവ്യൂവിന് വിളിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ജോലിക്ക് മാച്ച് ആകുന്ന രീതിയിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ MBA ഉള്ള ആളാണ്, പക്ഷേ ഗ്രാജുവേഷൻ്റെ ജോലിയെ വേണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ MBA ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് ഹൈലൈറ്റ് ആക്കണ്ട. നിങ്ങൾ ഗ്രാജുവേഷൻ്റെ കാര്യങ്ങൾ ഹൈലൈറ്റ് ആക്കിയിട്ട് ബാക്കി അതിന് മാച്ച് ആവുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ആക്കിയിട്ട് നിങ്ങൾ CV അയച്ചു കൊടുക്കുക, ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇനി നിങ്ങൾ അണ്ടർ ക്വാളിഫൈഡ് ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇല്ലാത്ത MBA അല്ലെങ്കിൽ ഇല്ലാത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്ന് പറയരുത്. പക്ഷേ ആ ഒരു ജോലിക്ക് വേണ്ട അവർ കുറച്ച് ക്രൈറ്റീരിയകൾ കൊടുത്തിട്ടുണ്ടാവില്ല. ആ ക്രൈറ്റീരിയകളൊക്കെ എനിക്ക് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിൽ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ CV അയച്ചു കൊടുക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും? അണ്ടർ ക്വാളിഫൈഡ് ആണെങ്കിലും ഇവന് നമ്മുടെ ജോലിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇൻ്റർവ്യൂവിനൊന്ന് വിളിച്ചു നോക്കാം എന്ന് ഒരു പരിധിവരെ HR ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇതിന് ഇവർ പറയുന്നത് എങ്ങനെയാണ് കേട്ടോ? ടൈലർ യുവർ റെസ്യൂം ആൻഡ് കവർ ലെറ്റർ ടു ഈച്ച് ജോബ്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക, നമ്മളൊരു CV ഉണ്ടാക്കി വയ്ക്കും, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മളൊരു CV ഉണ്ടാക്കി വെക്കുന്നു, ഒരു കവർ ലെറ്റർ ഉണ്ടാക്കി വെക്കുന്നു. നമ്മൾ എവിടെ ജോലി കണ്ടാലും നമ്മൾ ആ ജോലിയുടെ ടൈറ്റിൽ എടുത്ത് സബ്ജക്റ്റിൽ പേസ്റ്റ് ചെയ്തിട്ട് ഈ CVയും ഈ കവർ ലെറ്ററും നമ്മൾ പോസ്റ്റ് ചെയ്തവർക്ക് അയച്ചു കൊടുക്കുന്നു. ഇതാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്, അല്ലേ? എന്നാൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജോലിക്കും അനുബന്ധമായ അല്ലെങ്കിൽ ഓരോ ജോലിക്കും മാച്ച് ആയിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ CV ഉണ്ടാക്കാൻ. അതായത് നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഒരു CV ഇല്ല എന്നർത്ഥം, ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. ഒരു CV ഉണ്ടാക്കുക, അതിനകത്ത് ഈ ജോലിക്ക് ഇന്ന എക്സ്പീരിയൻസ് ഹൈലൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഇന്ന മേഖലകളെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അടുത്ത ജോലിക്ക് ഇതൊന്നും കാണിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ആക്കി കാണിച്ചിട്ട് ഞാൻ CV അയച്ചു കൊടുക്കും. അപ്പോൾ ഓരോ തവണയും ഓരോ കമ്പനിക്കും CV അയക്കുമ്പോൾ അവരുടെ റിക്വയർമെൻറ്റിന് മാച്ച് ആകുന്ന രീതിയിൽ CVയും കവർ ലെറ്ററും എഡിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അയക്കാൻ കേട്ടോ. അങ്ങനെ അയക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ മിക്ക സമയങ്ങളിലും അവർ കൺസിഡർ ചെയ്യാത്തത്. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ജനറിക് അപ്ലിക്കേഷൻ എന്ന് പറയുക. അവരെന്താ കണക്കാക്കാന്ന് പറയുക? ഇത് ജനറലായിട്ട് എല്ലായിടത്തേക്കും വരുന്ന ഒരു CV അല്ലേ, ഇത് നമുക്ക് വേണ്ട, നമ്മൾ ഉദ്ദേശിക്കുന്നത് യുണീക്കായിട്ടുള്ള ഇന്നൊരു കാൻഡിഡേറ്റിനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവൻ ഇതിന് മാച്ചല്ല. ഒരുപക്ഷെ മാച്ചായിരിക്കാം, പക്ഷേ CV മോശമായതുകൊണ്ട് അവിടെ ജനറൽ അല്ലെങ്കിൽ ജനറിക് CV ആയതുകൊണ്ട് നമ്മളതിനെ വിളിക്കണം എന്ന് നിർബന്ധമില്ല. നാലാമത്തെ ഒരു പോയിന്റ് ആണ് കേട്ടോ, ജോബ് മാർക്കറ്റ് കണ്ടീഷൻ. അതായത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മാർക്കറ്റ് ഭയങ്കര കോമ്പറ്റേറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? കമ്പനികൾ കുറഞ്ഞ സാലറിയിൽ എങ്ങനെ എടുക്കാൻ നോക്കുന്നു, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ എങ്ങനെ എടുക്കാൻ നോക്കുന്നു, അവർക്ക് മാച്ച് ആവുന്ന രീതിയിൽ ബെനിഫിറ്റ് ഉള്ള ആളുകളെ എങ്ങനെ എടുക്കാൻ നോക്കുന്നു. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഇതിൽ ഈ ഒരു കോമ്പറ്റീഷൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു പ്രത്യേകിച്ച് ഹൈലൈറ്റ് ആക്കി പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് എല്ലാ ആളുകൾക്കും A+ കിട്ടുന്ന ആളുകളാണ്, അല്ലേ? മിക്ക ആളുകളും 10ാം ക്ലാസ് +2 എല്ലാവരും പറയും ഫുൾ A+ ആണെന്ന് പറയും. പക്ഷേ ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 100 കുട്ടികൾ അല്ലെങ്കിൽ 100 ഫുൾ A+ കിട്ടിയ കുട്ടികൾ ഒരു 10 ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായും? ഇത് ഈ 100 പേരിൽ നിന്ന് 10 പേർക്ക് മാത്രമാണ് അവിടെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇവരുടെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഈ 100 പേരും ക്വാളിഫൈഡ് ആണോ? 100 പേരും ക്വാളിഫൈഡ് ആണ്. കാരണം 100 പേർക്കും ഫുൾ A+ ആണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ അവിടെ ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അവർ 90
സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയും, അല്ലെങ്കിൽ 90 കാൻഡിഡേറ്റിൻ്റെ അടുത്തും അവർ പറയും, നിങ്ങൾ ഈ ജോലിക്ക് ക്വാളിഫൈഡ് അല്ല, നിങ്ങൾക്ക് അതിന് വേണ്ട ക്വാളിറ്റി ഇല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പോരാ, അത്ര ക്വാളിഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു റിജക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ തലമുറ തീർച്ചയായിട്ടും, പുതിയ തലമുറ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര പ്രഷർ, മെൻ്റൽ പ്രഷർ ഫീൽ ചെയ്യും. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഫുൾ A+ കിട്ടിയതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ക്വാളിഫൈഡ് ആണ് എന്ന് ഒരു തെറ്റിദ്ധാരണ ഈ ഒരു മാർക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കാരണം പലപ്പോഴും പല ആളുകൾക്കും വന്നിട്ടുണ്ട്. ആദ്യമായിട്ടൊരു ജോലിക്ക് പോകുന്ന സമയത്ത് റിജക്ഷൻ ഫേസ് ചെയ്യുമ്പോൾ ആ റിജക്ഷൻ ഉൾക്കൊള്ളാൻ കഴിയാതെ മെൻ്റൽ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് പുതിയ തലമുറയിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനിക്കാരും നിങ്ങളുടെ A+ഓ നിങ്ങളുടെ എത്ര മാർക്ക് കിട്ടിയോ എന്നുള്ളതല്ല നോക്കുന്നത്. അത് ഒരു ബേസിക് ക്രൈറ്റീരിയ മാത്രമാണ് ജോബ് ഇൻ്റർവ്യൂവിന് വരുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അവർ നോക്കുന്നത് നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ എബിലിറ്റിയും കാര്യങ്ങളാണ് നോക്കുന്നത്, അല്ലാതെ മാർക്ക് അല്ല. ഒരു സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പല കമ്പനികളിലും നമ്മൾ വേക്കൻസി കാണും, CV അയച്ചു കൊടുക്കും, പക്ഷേ പലപ്പോഴും അവർ വിളിക്കണമെന്നില്ല. കാരണം ഒരുപാട് കമ്പനികൾ അവരൊരു വേക്കൻസി പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു വേക്കൻസിക്ക് ഓൺലൈനിൽ വരുന്ന CVകളല്ല കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അവർ അവരുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ചെയ്യുന്ന സ്റ്റാഫുകളുടെ റെക്കമെൻഡേഷനിൽ വരുന്ന CVകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള സ്റ്റാഫുകളെ പറ്റിയിട്ട് അവർക്കൊരു ഐഡിയ ഉണ്ടാവും, ഈ സ്റ്റാഫ് നമ്മുടെ റൂൾസ് റെഗുലേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രൈറ്റീരിയക്ക് മാച്ചായ രീതിയിലുള്ള സ്റ്റാഫാണ്. അപ്പോൾ അവൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അവൻ ഈ കമ്പനിയുടെ കൾച്ചറും കാര്യങ്ങളും അറിഞ്ഞിട്ട് അത്തരത്തിലുള്ള ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കും അവൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെക്കമെൻഡേഷൻ ത്രൂ വരുന്ന ഇൻ്റർവ്യൂകൾക്ക് പ്രയോറിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ ഒരു നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കമ്പനികളിൽ, കൂടുതൽ മേഖലകളിൽ, കൂടുതൽ ആളുകളായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും ഭാവിയിൽ എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെഫറൻസ് കിട്ടുന്ന രീതിയിൽ, ഒരു പ്രയോറിറ്റി കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സഹായിക്കും. അടുത്തൊരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ചോ, സോഷ്യൽ മീഡിയയിലൊക്കെ ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് നെഗറ്റീവ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ. എന്താണ് ഈ നെഗറ്റീവ് ഓൺലൈൻ റെപ്യൂട്ടേഷൻ? ഇത് ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തോന്നും നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് അല്ലെങ്കിൽ യൂട്യൂബ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും അതെൻ്റെ പേഴ്സണൽ ലൈഫല്ലേ, ഞാൻ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ കമ്പനിയിൽ ജോലിക്ക് പോകുന്ന എൻ്റെ പ്രൊഫഷണൽ ലൈഫല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മിക്ക കമ്പനികൾക്കും സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, മിക്ക കമ്പനികൾക്കും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പണ്ടൊന്നും ഇത് ഉണ്ടായിരുന്നില്ല, കാരണം പണ്ട് ആർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരാളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതിന് മുൻപ് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പോയി നോക്കുകയും, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രീമായിട്ട് പൊളിറ്റിക്സ്, റിലീജിയൻ അല്ലെങ്കിൽ റേസിസം, അങ്ങനെ അത്തരത്തിൽ എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പോസ്റ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള വീഡിയോകളോ കമൻറ്റുകളോ ഷെയർ ചെയ്യുകയോ മറ്റുള്ള ആളുകളുടെ പോസ്റ്റിന് താഴെ പോയിട്ട് അത്തരത്തിലുള്ള അരോചകമായിട്ടുള്ള പല കമൻറ്റുകളും ടൈപ്പ് ചെയ്യുകയോ, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഒരു സ്കോർ എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പല സാഹചര്യങ്ങളിലും നിങ്ങളൊരു നെഗറ്റീവ് സ്കോറിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് സ്കോർ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കിടുക്കാച്ചി CV എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്താലും അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിപരമായ ചോയ്സാണ്, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കമ്പനിയുടെ പോളിസിയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളെ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. പോസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ പല കമ്പനികളും ജോലിക്ക് വിളിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല, ഞാൻ ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള അല്ലെങ്കിൽ ഇത്രയും സ്കില്ലായിട്ടുള്ള ഒരാളാണല്ലോ, എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഇതും ചില കാരണങ്ങളിൽ ഒന്നാകാം എന്നാണ് സ്റ്റഡീസ് പറയുന്നത് കേട്ടോ. ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ്? എല്ലാവർക്കും അറിയാം, ഒരു ക്ലീൻ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു നിശ്ചിത ഇടവേളകളിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മേഖലയിൽ ആക്റ്റീവേ അല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രസൻസേ ഇല്ല എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കുന്നതിന് പകരം ക്ലീൻ ആയിട്ടുള്ള, ആര് കണ്ടാലും കുറ്റം പറയാത്ത രീതിയിലുള്ള, മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ക്ലീൻ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ജിയോഗ്രാഫിക് ലിമിറ്റേഷൻസ്, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലാണ് ഉള്ളത്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ ദൂരദേശങ്ങളിൽ എവിടെയുള്ള സ്ഥലങ്ങളിലുള്ള ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനും നിങ്ങൾക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂവിന് വരാനും റീലൊക്കേറ്റ് ചെയ്ത് വരാനുമുള്ള ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട്
ബേസിക്കലി നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾ വരാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ പോലും കമ്പനിക്കാർ ചിന്തിക്കുക ഇത്രയും ദൂരം അവർ വരുമോ, അവർ വന്നിട്ട് ഏതെങ്കിലും ഒരു ജോലി പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാക്കൻസിക്ക് ഞാൻ ലോക്കലി ഉള്ള ഒരാളെയാണോ എടുക്കേണ്ടത് അതോ പുറത്ത് നിന്ന് ദൂരെ നിന്ന് വരുന്ന ഒരാളെയാണോ എടുക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ പലപ്പോഴും തോന്നും ലോക്കലുള്ള ഒരാളെ മതി എന്ന് തോന്നും. അപ്പോൾ അത്തരത്തിൽ ജിയോഗ്രഫിക്കൽ പ്രോബ്ലംസ് പലപ്പോഴും വരാറുണ്ട്. നാട്ടിൽ നിന്നൊക്കെ ഗൾഫിലെ പല കമ്പനികളിലും ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന പല ആളുകൾക്കും സംഭവിക്കുന്നത് അവർ പെർഫെക്റ്റ് മാച്ച് ആണെങ്കിൽ പോലും അവരിവിടെ ലോക്കലി പ്രസൻ്റ് അല്ലാത്തത് കൊണ്ട് പല കമ്പനികളും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നില്ല. ഈവൻ ഇൻ്റർവ്യൂ ഓൺലൈൻ ആയാൽ പോലും മിക്ക കമ്പനികളും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് കാണാൻ പറ്റുന്ന ആളുകൾക്കാണ് കുറച്ചും കൂടി മുൻഗണന കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഒരു കാരണങ്ങളിൽ ഒന്നാണ്. ഇതിനൊരു സൊല്യൂഷൻ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ അകലെയുള്ള ജോലിക്ക് അപ്ലൈ ചെയ്തേ പറ്റൂ അല്ലേ? സൊല്യൂഷൻ നിങ്ങൾ കവർ ലെറ്ററിൽ ഭയങ്കര സോളിഡായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഏതൊരു സ്ഥലത്തേക്കും റീലൊക്കേറ്റ് ചെയ്യാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, എനിക്ക് കൺവീനിയൻ്റ് ആണ്, ഞാൻ എവിടെ വർക്ക് ചെയ്യാനും കംഫർട്ടബിൾ ആണ് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ കവർ ലെറ്ററിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ സ്ഥലത്തല്ല അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അടുത്തൊരു സംഭവം കൂടി പറയട്ടെ. ഇനിയിപ്പോൾ നിങ്ങളുടെ CV ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു, പക്ഷേ അടുത്തൊരു സ്റ്റേജാണ് നിങ്ങളുടെ മെയിൻ ഇൻ്റർവ്യൂ. ശരിക്കുള്ള ഒരു ഇൻ്റർവ്യൂവിന് മുൻപുള്ള ഒരു മെയിൻ സംഭവമാണ് മിക്ക കമ്പനിയിൽ നിന്ന് ഒരു കോൾ വരും, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു CV കിട്ടിയിട്ടുണ്ട് ഇന്നൊരു പൊസിഷന് വേണ്ടിയിട്ട്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് ഒരു ഫോൺ കോൾ വരും. ഈ ഒരു ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം ഇതൊരു ടെലിഫോൺ ഇൻ്റർവ്യൂ തന്നെയാണ്. ബേസിക്കലി അവർ നിങ്ങളതിനെ ഫിൽട്ടർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 10 കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 5 പേരെ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കേണ്ട ആവശ്യമുള്ളൂ. ആ 5 പേരിൽ നിന്ന് ഒരാളെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ 10 പേരിൽ പെട്ട ആളായിരിക്കും നിങ്ങൾ CV സെലക്ട് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഫോണിൽ വിളിക്കുമ്പോൾ എപ്പോഴും ഒരു ടെലിഫോണിക് ഇൻ്റർവ്യൂ, ഒരു ഫോർമൽ റിപ്ലൈ കൊടുക്കുന്ന രീതിയിൽ ടെലിഫോണിക് ഇൻ്റർവ്യൂവിന് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് CV അയക്കുമ്പോൾ തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിന് പെട്ടെന്ന് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ഒരു കോൾ വന്നാൽ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ പറയണം എന്നുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ CV അയക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ടെലിഫോൺ കോൾ വരികയും നിങ്ങൾ ആ കോളിൽ ബബ അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻ്റർവ്യൂവിലേക്ക് അവർ നിങ്ങളെ വിളിക്കാനും പോകുന്നില്ല. അല്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും ചേട്ടാ ഒരു ബേസിക് ഐഡിയ പറയാൻ പറ്റുമോ എങ്ങനെ നല്ലൊരു CV ഉണ്ടാക്കാം? നല്ലൊരു CVയിൽ വേണ്ട കുറച്ച് പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നല്ലൊരു ഫോർമാറ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങളൊരു നല്ല CV ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തേത് ഹെഡർ അല്ലെങ്കിൽ കോൺടാക്ട് ഇൻഫർമേഷൻ. അതായത് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ലിങ്ക്ഡ് ഇൻ പ്രൊഫൈല്, പിന്നെ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നേരത്തെ പറഞ്ഞ പരിപാടിയിട്ടാണ്, അതായത് നെഗറ്റീവ് ഓൺലൈൻ പ്രസൻസ് എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു ഓപ്ഷനിൽ നിന്നാണ് അവർ ചെക്ക് ചെയ്ത് പോകുന്നുണ്ടാവുക. ഇതിലെല്ലാത്തിലും കറക്റ്റ് ആയിരിക്കണം. കൊടുക്കുന്ന ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കണം, ഇമെയിൽ ID കറക്റ്റ് ആയിരിക്കണം, ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ കറക്റ്റ് ആയിരിക്കണം. ഇൻസ്റ്റാഗ്രാം കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നൊരു ജോബിന് അത് മാച്ച് ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐഡിയും കാര്യങ്ങളും കൊടുക്കാതിരിക്കണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ക്ലീൻ ആയിരിക്കണം. അടുത്താണ് ക്രാഫ്റ്റിംഗ് എ സ്ട്രോങ് സമ്മറി സ്റ്റേറ്റ്മെൻറ്റ്. എന്താ സംഭവം? അതായത് ആ ഒരു അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് മാച്ച് ആവുന്ന രീതിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ജോലിക്കും മാച്ച് ആവുന്ന രീതിയിൽ നിങ്ങളുടെ കവർ ലെറ്ററും CV നിങ്ങൾ എഡിറ്റ് ചെയ്യണമെന്ന്. ആ ഒരു പോയിന്റ് തന്നെയാണ് വീണ്ടും പറയുന്നത്. അടുത്തത് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എല്ലാം ഹൈലൈറ്റ് ചെയ്യണം. അതായത് ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാം. അതായത് കമ്പനി ജോബ് ടൈറ്റിൽ, കമ്പനിയുടെ പേര്, ലൊക്കേഷൻ, എത്ര നാൾ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങൾ എന്താണ്, അച്ചീവ്മെൻറ്റ് എന്താണ്, എന്തൊക്കെയാണ് നിങ്ങൾ മേജറായിട്ട് അവിടെ വരുത്തിയ മാറ്റങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള വാക്കുകൾ: മാനേജ്ഡ്, ഡെവലപ്ഡ്, ഇംപ്ലിമെൻറ്റഡ്. മനസ്സിലായോ? അതായത് നിങ്ങളൊരു ടീമിനെ മാനേജ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു പുതിയ ഐഡിയ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പുതിയൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പുതിയൊരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ കീവേഡ് എന്ന് നമ്മൾ പറഞ്ഞ സംഭവമില്ലേ, ആ കീവേഡിൽ കയറി വരുന്ന സംഭവമാണ്. അപ്പോൾ ഈ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ മാനേജ്ഡ്, ഡെവലപ്ഡ്, ഇംപ്ലിമെൻറ്റഡ് ഇനിയുണ്ട് കേട്ടോ. ഞാനൊരു 3 ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വാക്കുകൾ കമ്പൽസറി ആയിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യണം കേട്ടോ. അടുത്താണ് ക്വാണ്ടിഫൈ യുവർ അച്ചീവ്മെൻറ്റ്. ഞാൻ ഭയങ്കര പെർഫോമർ ആയിരുന്നു എന്നതിന് എഴുതുന്നതിന് പകരം ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ ഇത്ര % നമ്പർ മെൻഷൻ ചെയ്യണം കേട്ടോ. ക്വാണ്ടിഫൈ എന്ന് പറഞ്ഞാൽ നമ്പർ മെൻഷൻ ചെയ്യണം. 25% ഗ്രോത്ത് ഇന്ന വർഷം തൊട്ട് ഇന്ന വർഷം വരെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര % ഗ്രോത്ത് എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് കമ്പനിയിൽ നിന്ന് കണക്കാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് % മെൻഷൻ ചെയ്യണം.
അടുത്ത നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പറയണം. ഷോക്കേസിങ് എഡ്യൂക്കേഷൻ, അതായത് നിങ്ങളുടെ ഡിഗ്രി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, ഗ്രാജുവേഷൻ്റെ ഡേറ്റ്, പിന്നെ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും അപ്രീസിയേഷൻ കാര്യങ്ങൾ. കാരണം നിങ്ങൾക്ക് അത്ര അധികം ഒരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിനൊക്കെ നമുക്ക് വർക്കുമായി ബന്ധപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തെടുക്കാം കേട്ടോ. അടുത്താണ് സ്കില്ലിൻ്റെ സെക്ഷൻ. സ്കില്ല് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് വേണ്ട സ്കിൽസ് അറിയാം അല്ലേ. അപ്പോൾ ആ സ്കില്ലിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, എക്സാക്റ്റ് അതിനെ കോപ്പി പേസ്റ്റ് അടിക്കാതിന് പകരം ആ സ്കില്ലിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ പരിഗണിക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ. അഡീഷണലായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ. ഇപ്പോൾ ഫാർമസിസ്റ്റ് ആണെങ്കിൽ DHA ലൈസൻസ്, MOH ലൈസൻസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനുള്ള പല ലൈസൻസുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വേറെ എക്സ്ട്രാ ലൈസൻസുകൾ ഉണ്ടോ, വേറെ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വളണ്ടിയറായിട്ട് ഏതെങ്കിലും കമ്പനിയിൽ ട്രെയിനി ആയിട്ട് പോയിട്ടുണ്ടോ, വളണ്ടിയർ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പീരിയൻസും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാമെന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. കാരണം പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം, സംസാരിക്കാൻ അത്ര പോരാന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യണം. കാരണം നമ്മൾ ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് എഴുതി കൊടുത്തിട്ട് നാളെ ഒരു ജോലിക്ക് വിളിച്ചിട്ട് അവർ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഇൻ്റർവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റക്കായി പോകരുത്. നിങ്ങളപ്പോൾ CV പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ നേരിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ മാച്ച് ആവാതെ വരികയും നിങ്ങൾ ഇൻ്റർവ്യൂവിന് സെലക്ട് ആകാതെ വരികയും ചെയ്യും കേട്ടോ. അടുത്തത് CV ടൈപ്പ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഫോണ്ട് യൂസ് ചെയ്യാം. ഒരുപാട് ഫോണ്ടുകൾ ഉണ്ടല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട പല ഫോണ്ടുകൾ ഉണ്ടായിരിക്കും. പക്ഷേ കോമൺ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരു CV ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഫോണ്ടുകൾ പറഞ്ഞു തരട്ടെ. ഏരിയൽ, കാലിബ്രി, ടൈംസ് ന്യൂ റോമൻ, ഈ 3 ഫോണ്ടുകളാണ് ജനറലായിട്ട് പല കമ്പനികളും യൂസ് ചെയ്യുന്ന, പ്രിഫർ ചെയ്യുന്ന ഫോണ്ടുകൾ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഫോണ്ട് ഒരുപാട് ഉണ്ടെങ്കിലും ഈ 3 ഫോണ്ടുകളിൽ ഏതെങ്കിലും ഫോണ്ടിൽ ചെയ്യുന്നതായിരിക്കും പ്രൊഫഷണലി കുറച്ചും കൂടി ബെറ്റർ ആകുന്നത്. അടുത്തതാണ് കേട്ടോ കൺസിസ്റ്റൻറ്റ് ഫോണ്ട് സൈസ് ആൻഡ് സ്റ്റൈല്. അതായത് ആദ്യത്തെ ഒരു പാരഗ്രാഫിന് സൈസ് 14 ഇട്ടു, പിറ്റത്തെ ഒരു പാരഗ്രാഫിന് സൈസ് 15 ഇട്ടു, ലാസ്റ്റത്തേന് 16 ഇട്ടു, 12 ഇട്ടു. പല സൈസിൽ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെഡിങ്ങിന് ഇന്ന സൈസ്, സബ് ഹെഡിങ്ങിന് ഇന്ന സൈസ്, ഉള്ളിൽ വരുന്ന കണ്ടന്റിന് ഇന്ന സൈസ് ആണെങ്കിൽ അതെല്ലാത്തിലും ഫിക്സ്ഡ് ആയിരിക്കണം. അത് ഫിക്സ്ഡ് അല്ലേ എന്നുള്ളത് നിങ്ങൾ വീണ്ടും എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ CV നിങ്ങൾ ഫോർവേഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അടുത്താണ് പ്രൂഫ് റീഡിങ് ആൻഡ് ഫൈനൽ ടച്ച്. അതായത് പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു CV ആദ്യം ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ധാരണ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞല്ലോ എന്നാണെന്നുണ്ടെങ്കിൽ ആ CV ഒരു 2, 3, 4 തവണ നിങ്ങൾ കംപ്ലീറ്റ് വായിച്ച് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വായിക്കാൻ കൊടുത്തിട്ട് അവരോട് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിക്കണം. അത്തരത്തിൽ എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക്, ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ മിസ്റ്റേക്ക്, സൈസിൻ്റെ മിസ്റ്റേക്ക്, എന്ത് കുഞ്ഞ് മിസ്റ്റേക്ക് ആണെങ്കിലും അത് സാരല്ലേ പോട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും ആ മിസ്റ്റേക്കുകളൊക്കെ റെക്ടിഫൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു ക്ലിയർ ആയിട്ടുള്ള, ഒരു ക്ലീൻ ആയിട്ടുള്ള CV വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. ഈ അടുത്ത് ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം വായിക്കാനിടയായിട്ടാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ചെറിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ശീലങ്ങൾ എന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റം ഒരു പക്ഷേ ഭാവിയിൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ വരുത്താനായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന, നിങ്ങൾ മെനക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു CV അല്ലെങ്കിൽ മെനക്കെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു കവർ ലെറ്റർ, അല്ലെങ്കിൽ ഓരോ ജോലിക്ക് അനുസരിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തി നിങ്ങൾ അയക്കുന്ന ഒരു CVയും അല്ലെങ്കിൽ കവർ ലെറ്ററും ഒക്കെ നാളെ നിങ്ങൾക്ക് നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ലഭിക്കാനും അത്തരത്തിൽ ജോലി ലഭിക്കുന്നതോടെ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ മെച്ചപ്പെടാനും സാമ്പത്തികമായും സാമൂഹികപരമായും ലിവിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അടിപൊളിയാവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്, ഫ്ലാറ്റ്, വീട്, പറമ്പൊക്കെ മേടിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ ഘടകമാണ് നമ്മൾ CV അല്ലെങ്കിൽ ഒരു കവർ ലെറ്റർ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട കമ്പനിയുടെ ജോലിക്ക് അനുസരിച്ച രീതിയിൽ നമ്മൾ അതിനെ എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വേൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കിട്ടുന്ന ജോലിയിൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ ഒരു എൻട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കയറ്റി വിട്ടാൽ തള്ളി വിട്ടാൽ കയറി പോകാനായിട്ട് ചാൻസ് ഉള്ള കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു പുഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ
തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തൊക്കെയോ ബെനിഫിറ്റായിട്ട് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള മറ്റു പല വീഡിയോകളും വരുന്നുണ്ടാവും. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. പൈസക്കാരായിട്ടുള്ള ആളുകൾ എല്ലാ ദിവസവും ചെയ്യുന്ന 6 കിഡിലൻ ഹാബിറ്റ്സിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 6 മോർണിംഗ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന ഒരു ചെറിയ മേഖല കൂടിയാണ് 6 മോർണിംഗ് ഹാബിറ്റ്സ്. ഒരു മാക്സിമം 10-15 മിനിറ്റ്സ് മാത്രം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന 6 കിടിലൻ ശീലങ്ങളാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.